റേബീസ് എന്ന് പറയുന്നത് നമുക്ക് ചികിത്സയില്ലാത്ത രോഗമാണ്, അല്ലെങ്കിൽ 100% മരണത്തിന് സാധ്യതയുള്ള രോഗമാണ്. പട്ടിയുടെയോ അല്ലെങ്കിൽ പൂച്ചയുടെയോ കടി കൊണ്ട് എത്തുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പൊ കാണുന്ന തെരുവ് നായകളിൽ കൂടുതൽ, മുമ്പുള്ളതിനേക്കാളും കൂടുതൽ റേബീസ് ഉള്ളതായിട്ടും കാണപ്പെടുന്നുണ്ട്. നായകളുടെ തന്നെ സ്വഭാവ വ്യത്യാസം കുറച്ച് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള ബൈറ്റുകളാണ് കൂടുതലും കാണുന്നത്. റേബീസ് വാക്സിൻ വളരെ സുരക്ഷിതവും ഫലപ്രദവുമാണ്. വളരെയേറെ പഠനങ്ങൾ അതിന് നടന്നിട്ടുണ്ട്. 2 തരത്തിൽ ഈ വാക്സിൻ കൊടുക്കാവുന്നതാണ്. ഇൻട്രാഡേമൽ അല്ലെങ്കിൽ തൊലിപ്പുറമേയുള്ള വാക്സിനുമുണ്ട്, മസിലിലേക്ക് കൊടുക്കുന്ന IM ഇൻട്രാമസ്കുലർ വാക്സിനുമുണ്ട്. നിർഭാഗ്യവശാൽ വാക്സിൻ എടുത്തിട്ടും മരണം സംഭവിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതലും ചെറിയ കുട്ടികളിലാണ് അങ്ങനെ വാക്സിൻ എടുത്തതിന് ശേഷവും മരണം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ വാക്സിൻ എടുത്ത പെറ്റാണെങ്കിലും നമ്മൾ മനുഷ്യന് കടി കൊണ്ടാൽ എന്തായാലും നിർബന്ധമായിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് പൂർണ്ണമായും ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ബൈറ്റോ മാന്തോ എന്തെങ്കിലും ഉണ്ടായാൽ ഉടൻ തന്നെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മഞ്ഞൾ, കാപ്പിപ്പൊടി അങ്ങനെയൊക്കെ ഇട്ട് ചില പേഷ്യൻസ് എത്താറുണ്ട്. അങ്ങനത്തെ ഒന്നും തന്നെ ഉപയോഗിക്കരുത്, അത് കൂടുതൽ ഇറിറ്റൻ്റ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ വൈറസ് കൂടുതൽ പെട്ടെന്ന് ഞരമ്പിലേക്ക് കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. പേപ്പട്ടി വിഷബാധ മരണങ്ങൾ കൂടുന്നതായുള്ള വാർത്തകൾ വരുന്നു. ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങളാണ് ഇന്ന് ക്യൂറോട്ട് ചർച്ച ചെയ്യുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു സി മാത്യു ആണ് ദ ക്യൂവിനൊപ്പം ചേരുന്നത്. സ്വാഗതം. ഈ സമീപകാലത്തായി കുറച്ച് വർഷങ്ങളായി പേപ്പട്ടി വിഷബാധ മരണങ്ങൾ വർദ്ധിക്കുന്നതായിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുമാണ്, അങ്ങനെ ഒട്ടേറെ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. കുറച്ചു കാലം മുൻപ് വരെ ഇതായിരുന്നില്ല അവസ്ഥ. കുറച്ച് വർഷങ്ങളായിട്ട് 6 ഇരട്ടിയിലേറെ വർധന ഈ മരണങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്ന വാർത്തകളും വരുന്നുണ്ട്. എന്തെങ്കിലും പ്രത്യേക കാരണം ഇക്കാര്യത്തിലുണ്ടോ? പേപ്പട്ടി വിഷബാധ പുതിയൊരു അസുഖമല്ല. നമുക്ക് അനാദികാലം മുതലേ മനുഷ്യന് ഭീതിയുള്ള ഒരു രോഗം തന്നെയാണ്. മുൻ വർഷങ്ങളെ വെച്ച് ഈ റീസെന്റ് ഇയേഴ്സ് വെച്ച് നോക്കുമ്പോൾ മരണം കൂടുതലായിട്ട് ഈ അടുത്ത വർഷങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം അത്രയും ആനിമൽ എക്സ്പോഷർ, അല്ലെങ്കിൽ ഇത് പകരുന്നത് നമുക്ക് എപ്പോഴും ജന്തുജന്യ രോഗമാണ്. മറ്റ് മൃഗങ്ങളുടെ ഉമിനീരിൽ നിന്നാണ് മനുഷ്യരിലേക്ക് ഈ രോഗം എത്തുന്നത്. അത് എക്സ്പോഷർ കൂടിയത് കൊണ്ട് മാത്രമാണ് ഇപ്പം രോഗം കൂടി വരുന്നത്. അതായത് പട്ടിയുടെയോ അല്ലെങ്കിൽ പൂച്ചയുടെയോ കടി കൊണ്ട് എത്തുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരിൽ രോഗം വരാനുള്ള സാധ്യത കൂടി. പിന്നെ ഇപ്പൊ കാണുന്ന തെരുവ് നായകളിൽ കൂടുതൽ, മുമ്പുള്ളതിനേക്കാളും കൂടുതൽ റേബീസ് ഉള്ളതായിട്ടും കാണപ്പെടുന്നുണ്ട്. പഠനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ മുമ്പുള്ളതിനേക്കാളും കൂടുതൽ പെർസെൻറ്റേജ് നായകളിൽ തന്നെ റേബീസ് ഉള്ളതായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഈ നായകളുടെ തന്നെ സ്വഭാവ വ്യത്യാസം കുറച്ച് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള ബൈറ്റുകളാണ് കൂടുതലും കാണുന്നത്. തെരുവ് നായകളൊക്കെ മനുഷ്യനെ വളരെ അഗ്രസീവായി തന്നെ ബൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അക്രമ സ്വഭാവം കൂടിയിട്ടുണ്ട്. ഈ റാബീസ് വൈറസിന്റെ മരണങ്ങളുടെ നിരക്ക് കുറച്ച് വർഷം മുൻപ് വളരെ കുറവായിരുന്നു. ഇത് ഈ റീസെൻ്റ് ആയിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ മരണനിരക്ക് കൂടുന്നതിന് ഒരു കാരണമായി, ഒരു ആരോപണമായി ഉന്നയിക്കപ്പെടുന്നത് വാക്സിൻ്റെ ഫലപ്രാപ്തി ഇല്ലായ്മ എന്നുള്ളൊരു സംഗതിയാണ്. അത് ശാസ്ത്രീയമായി അതങ്ങനെ അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ജനങ്ങൾക്ക് സംശയം ബാക്കി നിൽക്കുകയാണ്. കാരണം അങ്ങനെയുള്ള പ്രചാരണങ്ങൾ ഒരു വശത്ത് നടന്നു വരുന്നുണ്ട്. അതിലെന്തെങ്കിലും ഒരു വസ്തുതയുണ്ടോ? തീർച്ചയായും ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. റേബീസ് വാക്സിൻ വളരെ സുരക്ഷിതവും ഫലപ്രദവുമാണ്. വളരെയേറെ പഠനങ്ങൾ അതിന് നടന്നിട്ടുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ നമ്മുടെ സർക്കാർ തലത്തിലും ഡോക്ടേഴ്സ് തലത്തിലായാലും പഠനങ്ങളെല്ലാം പ്രൂവ് ചെയ്തിട്ടുള്ളത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഫലപ്രാപ്തിയുള്ള വാക്സിൻ തന്നെയാണ്. അത് വളരെ സുരക്ഷിതവുമാണ്. നമ്മൾ വാക്സിൻ എടുത്തില്ലായിരുന്നുവെങ്കിൽ, അതായത് നമ്മൾ ഒരു പേവിഷബാധയുള്ള ഒരു മൃഗം കടിച്ചതിന് ശേഷം വാക്സിൻ എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 80% വരെ പേവിഷബാധ കൊണ്ട് മരിക്കാനുള്ള സാധ്യതയുണ്ട്. അത്രയും പേരെ രക്ഷിക്കുന്നത് നമ്മുടെ വാക്സിൻ്റെ ഫലപ്രാപ്തി കൊണ്ട് മാത്രമാണ്. ഇതിൽ ഈ ഒരു സംഭവത്തിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു വിമർശനം എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ റാബീസ് വാക്സിൻ എടുത്ത ശേഷവും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിമർശനം ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ജനങ്ങൾക്കില്ലാത്തതും അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നതും ആണ് ഇതിന് കാരണം എന്ന് പറയാം. അങ്ങനെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ്? അത് ഒരു വാക്സിൻ എടുത്തതിന് ശേഷവും ഈ പേപ്പട്ടി വിഷബാധ കാണുകയും ആ രോഗി മരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒന്നിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു കാരണങ്ങൾ എന്തായി? വാക്സിൻ എടുത്തവരിലും മരണം സംഭവിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യമേ തന്നെ പറയട്ടെ, വാക്സിൻ എടുത്തവരെ മരണം സംഭവിക്കുന്നതിൽ കൂടുതലും 90%-ലധികവും വാക്സിൻ എടുക്കാത്തവരിലാണ് സംഭവിക്കുന്നത്. എന്നാൽ ദൗർഭാഗ്യവശാൽ ചിലപ്പം വാക്സിൻ എടുത്തവരിലും റേബീസ് കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു കാരണം ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ മുറിവിൻ്റെ ആഴവും മുറിവുണ്ടായ സ്ഥലവും, അത് വൈറസും വാക്സിനും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൂട്ടിച്ചേർത്ത് വായിച്ചാലേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. ഈ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്
മുറിവുണ്ടാകുന്ന ഉമിനീരിൽ കടിക്കുന്ന മൃഗത്തിൻ്റെ ഉമിനീരിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇത് നാഡീവ്യവസ്ഥ വഴിയാണ് തലച്ചോറിലേക്ക് പോകുന്നത്. നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഞരമ്പുകളാണ്, രക്തക്കുഴലുകളല്ല. മറ്റു പല വൈറസുകളും രക്തക്കുഴലിലൂടെ അല്ലെങ്കിൽ രക്തത്തിലൂടെ മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ ഇത് ഞരമ്പുകളിലൂടെയാണ് റേബീസ് വൈറസ് പോവുകയുള്ളൂ. ഈ ഞരമ്പിൽ കൂടി തലച്ചോറിലേക്ക് എത്തുന്ന ദൂരം അല്ലെങ്കിൽ അതിന് എത്ര സമയമെടുക്കുന്നു എന്നുള്ളത് നമ്മളുടെ രോഗലക്ഷണങ്ങൾ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഈ വാക്സിൻ എടുത്തിട്ടും മരണം സംഭവിക്കുന്ന കേസുകൾ നോക്കുകയാണെങ്കിൽ കൂടുതലും ചെറിയ കുട്ടികളിലാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു കാരണം കുട്ടികൾ നായയുടെയൊക്കെ ആക്രമണം ഉണ്ടാകുമ്പോൾ കൂടുതൽ അവരുടെ ഹൈറ്റ് കുറവായതുകൊണ്ട് കഴുത്തിന് മുകളിലോട്ടുള്ള ഭാഗങ്ങളിലാണ് കടി കൂടുതലും കൊള്ളുന്നത്. തല, കഴുത്ത് ഒക്കെ കൂടുതൽ ബൈറ്റ് കിട്ടുന്നുണ്ട്. ഇത് കൂടുതലും ഞരമ്പുകളുള്ള അല്ലെങ്കിൽ നെർവ്സ് കൂടുതലുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ കൈയുടെ ഫിംഗർ ടിപ്സ് ഒക്കെ കൂടുതൽ ഞരമ്പുള്ള സ്ഥലമാണ്, സംവേദനം കൂടുതലുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഞരമ്പ് വഴി പെട്ടെന്ന് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല, കുട്ടികൾ മറിഞ്ഞു വീണ് കഴിയുമ്പോൾ മൾട്ടിപ്പിൾ ബൈറ്റ്സ് ഒരുപാട് തവണ വീണ്ടും വീണ്ടും ആക്രമിക്കുന്ന രീതിയിലാണ് കാണുന്നത്. കൂടുതൽ വൈറസുകൾ അകത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. വാക്സിൻ ആണെങ്കിൽ നമ്മളൊരു ആന്റിജൻ ആണ് കൊടുക്കുന്നത്. ഈ ആന്റിജൻ കൊടുത്ത് ശരീരം തന്നെ അതിനെതിരെ പ്രതിരോധം അല്ലെങ്കിൽ ആന്റിബോഡി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയമെടുക്കും. ഒരു 7 ദിവസത്തോടെ, വാക്സിൻ ഒരു 3 ഡോസ് എടുത്തു കഴിയുമ്പം 7 ദിവസത്തോടെയാണ് നമുക്ക് പൂർണ്ണ രീതിയിലുള്ള പ്രതിരോധം ശരീരത്തുണ്ടാവുന്നത്. ഇത് അതേസമയം ഞരമ്പിൽ എത്തിക്കഴിഞ്ഞ വൈറസിനെ തുരത്താൻ വാക്സിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ വൈറസുകളെ കഴുകിക്കളഞ്ഞ് എത്രയും പെട്ടെന്ന് വാക്സിൻ എടുത്താൽ കൂടുതൽ എഫക്റ്റീവ് ആകുന്നതായി കാണുന്നുണ്ട്. നാഡീഞരമ്പുകളിലേക്ക് വൈറസുകൾ എത്താതിരിക്കാനുള്ള ഒരു പ്രതിരോധമായിട്ടാണ് നമ്മളുടെ വാക്സിൻ ചെയ്യുന്ന ആന്റിബോഡി ചെയ്യുന്നത്. ഈ ഞരമ്പുകളിലേക്ക് ഉള്ള വൈറസിന്റെ പ്രവേശനം തന്നെ തടയുന്ന രീതിയിൽ ന്യൂട്രലൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഈ നാഡീവ്യവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ വൈറസിന്റെ ആക്രമണം തീർച്ചയായും ഉണ്ടാവും. രോഗലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സ അല്ല, കൂടുതലും മരണത്തിലേക്കാണ്. 100% തന്നെ ഫെയ്റ്റൽ എന്ന് പറയുന്ന ഒരു രോഗമാണ് റേബീസ്. വാക്സിൻ മാത്രമല്ല, ഇമ്മ്യൂണോഗ്ലോബുലിൻ പോലുള്ള മരുന്നുകളും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് രോഗികൾക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഇത്തരം മരുന്നുകൾ ആശുപത്രികളിൽ അവൈലബിൾ ആകുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? തീർച്ചയായിട്ടും എല്ലാ സ്ഥാപനങ്ങളും, നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ എല്ലായിടത്തും വാക്സിൻ അവൈലബിൾ ആണ്. അത് സൗജന്യമായി തന്നെ എല്ലാവർക്കും ലഭിക്കുന്നുമുണ്ട്. ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മൾ മുറിവിൻ്റെ തീവ്രത അനുസരിച്ചിട്ടാണ് വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇമ്മ്യൂണോഗ്ലോബുലിൻ മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ ജില്ലാ ജനറൽ ആശുപത്രികളിലും എല്ലാം 24 മണിക്കൂറും സൗജന്യമായി തന്നെ കൊടുക്കുന്നുണ്ട്. വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിനും രോഗികൾ വന്ന് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നതാണ് പ്രഥമ ശുശ്രൂഷ. മുറിവുണ്ടായാൽ അല്ലെങ്കിൽ ഒരു നായോ പൂച്ചയോ കടിച്ചാൽ ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം എന്നുള്ളത് അത്രയും തന്നെ പ്രധാനമാണ്. അത് കഴുകുന്നത് 15 മിനിറ്റോളം തുറന്നിട്ട ടാപ്പ് വെള്ളം തുറന്നിട്ട് അതിനടിയിൽ കാണിച്ച് സോപ്പ് ഉപയോഗിച്ച് 15 മിനിറ്റോളം കഴുകണം എന്നുള്ളതാണ്. അതിൽ താമസം വരുന്നതും നമുക്ക് ട്രീറ്റ്മെൻറ്റ് താമസിക്കുന്ന അതേ പ്രാധാന്യം തന്നെയാണുള്ളത്. പ്രഥമ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യമുണ്ട് ഈ ഒരു സംഗതിയിൽ. അതുപോലെ തന്നെ ഈ മരുന്ന് കുത്തിവെക്കുന്നതിൽ അതിലെന്തെങ്കിലും ഒരു വൈദഗ്ധ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ നമുക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ തന്നെ സാധാരണ മട്ടിൽ കൊടുക്കാവുന്ന ഒരു വാക്സിൻ ആണോ ഇത്? അതെ, എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളത് 2 തരത്തിൽ ഈ വാക്സിൻ കൊടുക്കാവുന്നതാണ്. ഇൻട്രാഡേമൽ അല്ലെങ്കിൽ തൊലിപ്പുറമേയുള്ള വാക്സിനുമുണ്ട്, മസിലിലേക്ക് കൊടുക്കുന്ന IM ഇൻട്രാമസ്കുലർ വാക്സിനുമുണ്ട്. ഇതേതായാലും നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് കൊടുക്കുന്നത്. ഇൻട്രാഡേമലിന് കുറച്ചുകൂടെ വൈദഗ്ധ്യം കൂടുതൽ ആവശ്യമുണ്ട്. അതിനുള്ള ട്രെയിനിങ് ലഭിച്ചവരാണ് വാക്സിൻ കൊടുക്കുന്നത്. ആൻറ്റി സ്നേക്ക് വെനം ഇപ്പോൾ എല്ലാ പ്രധാന ആശുപത്രികളിലും ലഭ്യമാണ്, സർക്കാർ ആശുപത്രികളിലൊക്കെ തന്നെ ലഭ്യമാണ്. ഒരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ അത് കൊടുക്കുന്നതിന് ഒരു വൈദഗ്ധ്യം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതൊരു മോണിറ്റർ ചെയ്യാൻ ഒരു വിദഗ്ധന്റെ ആവശ്യം വരുന്നുണ്ട്. അത്തരത്തിലൊരു ആവശ്യം ഇതിന് വരുന്നുണ്ടോ എന്നുള്ളതാണ്. അതുമുണ്ട്. വാക്സിൻ കൊടുക്കുന്നത് ടെക്നിക്കിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മൾ മേജർ ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് കൊടുക്കുന്നത്. അത് കൂടുതൽ നേരം മോണിറ്റർ ചെയ്യുകയും അലർജി ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് കൊടുക്കുന്നത്. അത് വിദഗ്ധരായവർ മാത്രമാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതെല്ലാം നോക്കി ടെസ്റ്റ് ചെയ്ത് അലർജി ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് കൊടുക്കാറുള്ളൂ രോഗികൾക്ക്.
നായ്ക്കളുടെ ആക്രമണ സ്വഭാവം വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കടിക്കുന്നതിൻ്റെ എണ്ണവും ജനങ്ങളെ കടിക്കുന്നതിൻ്റെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഇത് രോഗബാധ കൂടുതലാകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു വൈറസ് രോഗമാണ്. വൈറസുകൾക്ക് കാലങ്ങൾ കൊണ്ട് ഒരു മ്യൂട്ടേഷൻ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും സ്റ്റഡി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വൈറസുകൾക്ക് ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ചതായിട്ട് ഇപ്പം നിലവിലുള്ള പഠനങ്ങൾ അത്രയും അതൊരു പ്രാധാന്യമായിട്ട് പറയുന്നില്ല. എന്നാലും കൂടുതൽ സ്പിൽ ഓവർ അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസിൽ കൂടുതലുണ്ടായിരുന്ന വൈറസുകൾ കൂടുതലും നമ്മളുടെ നാട്ടിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലേക്ക് തെരുവ് നായകളിലും മറ്റു മൃഗങ്ങളിലും എത്തിപ്പെട്ടതായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ നമ്മളുടെ നാട്ടിലെയുള്ള മൃഗങ്ങളിൽ റേബീസിന്റെ സാന്നിധ്യമുണ്ട്. അതായത് നിപ്പ വൈറസിന്റെ ഒരു റിസർവോയർ ആയിട്ട് വാവലുകൾ പ്രവർത്തിക്കുന്ന പോലെ തന്നെ വന്യമൃഗങ്ങളിൽ ഈ റാബീസ് വൈറസ് ഒരു തീർച്ചയായിട്ടും വന്യമൃഗങ്ങളിൽ റേബീസ് വൈറസ് ഒരു റിസർവോയർ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഇപ്പം തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിലാണ് കൂടുതലായും ഈ വൈറസ് പകരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ പെറ്റായിട്ട് വളർത്തുന്ന മൃഗങ്ങൾ, വീട്ടിൽ വളർത്തുന്ന ഓമന മൃഗങ്ങളിൽ നിന്നും ഇത് പകരാറുണ്ട്. ഈ പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ എടുത്ത മൃഗങ്ങൾ കഴിച്ചാലും അപകട സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. തെരുവുനായ മാത്രമല്ല, വീട്ടിൽ വളർത്തുന്ന ആനിമൽസും ഒരേപോലെ തന്നെ റിസ്ക് ഉണ്ട്. ഇവർക്ക് മറ്റ് മൃഗങ്ങളുമായിട്ട് കോണ്ടാക്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട് പെറ്റ് ആനിമൽസിൽ. ഇപ്പോൾ വാക്സിൻ എടുത്ത പെറ്റാണെങ്കിലും നമ്മൾ മനുഷ്യന് കടി കൊണ്ടാൽ എന്തായാലും നിർബന്ധമായിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് പൂർണ്ണമായും ട്രീറ്റ്മെൻറ്റ് എടുക്കണം. മറ്റ് അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള നായേക്കാളിലും റിസ്ക് കുറവാണെങ്കിൽ പോലും അതൊരു സീറോ ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ റിസ്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം മൃഗങ്ങളിലെ വാക്സിനേഷൻ നമ്മൾ 100% തൃപ്തികരമാണോ എന്നുള്ളത് ഒരു കാര്യം. പിന്നെ വാക്സിൻ എടുത്താൽ പോലും അവർക്ക് ആവശ്യത്തിനുള്ള പ്രതിരോധം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്തൊന്നും നോക്കുന്നില്ലാത്തത് കൊണ്ട് കൃത്യമായിട്ട് വാക്സിനേറ്റഡ് ആയ മൃഗം കടിച്ചാൽ പോലും നമ്മൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് മുടക്കാൻ പാടില്ല. ഒരു മൃഗത്തിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ, ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ വാക്സിൻ എടുക്കണം എന്നൊരു നിബന്ധനയുണ്ടോ? എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താമോ, പക്ഷേ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥലത്ത് തന്നെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് മുറിവ് കഴുകിയിട്ട്, മിക്കവാറും നമ്മൾ കാണുന്നത് കുട്ടികളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് മുറിവുകളൊക്കെ ആയി കഴിയുമ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന കാര്യം. പക്ഷെ അതിനു മുന്നേ ഒരു സോപ്പ് ഉപയോഗിച്ച് തുറന്നിട്ട ടാപ്പിൻ്റെ അടിയിൽ 15 മിനിറ്റോളം കഴുകുകയാണെങ്കിൽ അത് കൂടുതൽ ഉപകാരപ്രദമാകുമെന്നുള്ളത് എല്ലാവർക്കും ഒന്ന് അവയർനെസ് വന്നാൽ കുറച്ചും കൂടി വ്യത്യാസം വരും. പക്ഷേ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക. നമുക്ക് 24 മണിക്കൂറും വാക്സിനേഷൻ സൗകര്യം മേജർ ഹോസ്പിറ്റലുകളിലുണ്ട്. അപ്പം ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ മേജർ ഹോസ്പിറ്റലുകളിൽ പോവുക, അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ തൊട്ടുള്ള സ്ഥലങ്ങളിൽ വാക്സിൻ കിട്ടുന്നതാണ്. ഇപ്പോൾ ഈ പെറ്റ് ആനിമൽസിൽ നിന്നുള്ള ആക്രമണം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകാനുള്ള ഒരു രീതി നമുക്കില്ല. കാരണം അതിന് വിശ്വാസമാണ്. മറ്റ് പുറത്തുനിന്നുള്ള മൃഗങ്ങളാണെങ്കിൽ ആക്രമണം ഉണ്ടായാൽ എത്രയും വേഗം തന്നെ ആശുപത്രിയിൽ എത്തുക എന്നുള്ള ഒരു രീതിയിലേക്ക് ജനങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോഴും ഈ ഓമന മൃഗങ്ങളിൽ നിന്നുള്ള കടിയേറ്റാൽ അത് പേവിഷബാധ ഉള്ളതല്ല എന്ന് വിശ്വസിക്കുകയും അവരെ ബെഡ്റൂമിൽ വരെ അല്ലെങ്കിൽ കിടക്കയിൽ തന്നെ മൃഗങ്ങളെ വളർത്തുന്ന രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും വീഡിയോകളിലൊക്കെ അതൊക്കെ കാണാവുന്നതാണ്. അവിടെ ഒരു റിസ്ക് ഫാക്ടർ ഇല്ലേ? അതിനെ ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത്? അത് പെറ്റ് ആനിമൽ ആയാലും അല്ലെങ്കിൽ തെരുവുനായ ആയാലും ഒരേപോലെ കണക്കാക്കി, നമുക്ക് അറിയില്ല ഏത് മൃഗങ്ങളിലാണ് ചിലപ്പോൾ രോഗലക്ഷണങ്ങൾ ആ മൃഗത്തിൽ ഉണ്ടാവണം എന്നില്ല. ഇപ്പം നായ കടിക്കുന്ന സമയത്ത് നായക്കൊരു ലക്ഷണവും കാണില്ല. പക്ഷെ നമ്മൾ വളർത്തുമൃഗം കടിച്ചാലും തെരുവുനായ കടിച്ചാലും ഒരേ പ്രാധാന്യത്തോടെ എത്രയും പെട്ടെന്ന് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് തന്നെയാണ്. തെരുവുനായ്ക്കളടക്കമുള്ള മൃഗങ്ങളുടെ ആക്രമണ കടികളെ അത് ഏതൊക്കെ തരത്തിലാണ് റിസ്ക് ഉള്ളത്, റിസ്ക് ഇല്ലാത്തവ അങ്ങനെയുള്ള തരത്തിൽ കാറ്റഗറൈസ് ചെയ്യുന്നത്? ഇപ്പോൾ പലതരത്തിലുള്ള കാറ്റഗറികളുണ്ട്. അതിനുള്ള ചികിത്സയും വ്യത്യാസമുണ്ട് എന്ന് തോന്നുന്നു. അതെ, നമ്മൾ ലോകാരോഗ്യ സംഘടനയുടെ WHO-യുടെയും ഇന്ത്യൻ ഗൈഡ് ലൈൻസും അനുസരിച്ചാണ് ഒരു മൃഗത്തിൻ്റെ കടിയേറ്റ് തരംതിരിക്കുന്നത്. അത് 3 കാറ്റഗറി ആയിട്ടാണ് തിരിക്കുന്നത്. കാറ്റഗറി 1 എന്ന് പറഞ്ഞാൽ ഇൻടാക്ട് സ്കിന്നിൽ മുറിവൊന്നും ഇല്ലാത്ത സ്കിന്നും കൊണ്ട് നമ്മളൊരു മൃഗത്തെ തൊട്ടു, തലോടി അല്ലെങ്കിൽ ഫീഡ് ചെയ്തു ഒക്കെ ആണെങ്കിൽ കാറ്റഗറി 1 ആണ്. അതിന് റിസ്ക് തീരെ ഇല്ല, പ്രത്യേകിച്ച് ചികിത്സയുടെ ആവശ്യമില്ല. അതേസമയം ചെറിയ പോറലൊക്കെ ഉണ്ടായി, ബ്ലഡൊന്നും വന്നിട്ടില്ല, ചെറിയ തടിപ്പ് പോലെ പോറൽ പോലെയൊക്കെ ആണെങ്കിൽ കാറ്റഗറി 2 എന്ന് പറയും. അതിൻ്റെ ചികിത്സ ഏറ്റവും പെട്ടെന്ന് വൂണ്ട് വാഷ് ചെയ്യുക, അതുപോലെ തന്നെ വാക്സിൻ എടുക്കുക. വാക്സിൻ ഷെഡ്യൂളിൽ എടുക്കുന്നത് 4 ഡോസായിട്ടാണ്. നമ്മൾ കടി കൊണ്ട് അല്ലെങ്കിൽ ആദ്യത്തെ ഡോസ് എടുക്കുന്ന ദിവസം 0 ആയിട്ട് കണക്കാക്കും. പിന്നെ 3-ാം ദിവസം, 7-ാം ദിവസം, 28-ാം ദിവസം ഈ എല്ലാ ഡോസും കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ് കാറ്റഗറി 2-ൻ്റെ ട്രീറ്റ്മെൻറ്റ്. കാറ്റഗറി 3 എന്ന് പറഞ്ഞാൽ ബ്ലഡ് വന്ന മുറിവ്, അതായത് കുറച്ചും കൂടി ആഴത്തിലുള്ള മുറിവായിട്ടുണ്ട്. ബ്ലഡ് നമ്മൾ കണ്ടുവെങ്കിൽ
നമ്മുടെ സ്കിൻ കട്ടായിട്ടുണ്ട് എന്നുള്ളതിൽ നമ്മൾ കാറ്റഗറി 3 ആയിട്ട് കൺസിഡർ ചെയ്ത് അതിന് വൂണ്ട് വാഷ് ചെയ്യണം, വാക്സിൻ എടുക്കണം. അതുപോലെ തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞ ഒരു ചികിത്സാ രീതിയും കൂടെ ഉണ്ട്. നമ്മൾ വാക്സിൻ കൊടുത്താൽ ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് പോലെ തന്നെ അതിനൊരു സമയമെടുക്കും. അതിന് പകരം നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ ഫോം ചെയ്ത ആൻറ്റിബോഡി തന്നെ ഇഞ്ചെക്ട് ചെയ്യുകയാണ്. അതാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മൾ എവിടെയാണോ മുറിവുണ്ടായത് ആ ഭാഗത്തെ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി അവിടേക്കാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. മുറിവിൽ തന്നെയാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇത് 3 ചികിത്സയും കൂടി ആയാലേ കാറ്റഗറി 3 നമ്മൾ പൂർണ്ണമായിട്ടും ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യുന്നത്. മുൻപൊക്കെ പുക്കളിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു. അത് വളരെ തമാശയായിട്ടും പലരും അവതരിപ്പിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ ഒരു രീതി മാറിയിട്ടുണ്ട്. അതെ, അത് നേരത്തെ ഉള്ള നെർവ് ടിഷ്യൂ വാക്സിൻ ആയിരുന്നു. അതിപ്പോൾ നമ്മൾക്ക് എടുക്കുന്നില്ല. അതിനേക്കാളും കൂടുതൽ എഫക്റ്റീവും കൂടുതൽ സേഫുമായ, മറ്റേത് പേഷ്യന്റിനും ബുദ്ധിമുട്ടായിരുന്നു, എഫക്റ്റീവ്നെസ് ഇതിലും കുറവായിരുന്നു പുക്കിളിന് ചുറ്റുമുള്ള ഇഞ്ചക്ഷൻ. അത് വർഷങ്ങളായിട്ട് നമ്മളിപ്പം ആ വാക്സിൻ മാറ്റി പകരം ഈ തൊലിപ്പുറമേ എടുക്കുന്ന വാക്സിനാണ്. അത് വളരെ സേഫുമാണ്, വളരെ എഫക്റ്റീവുമാണ്. വളരെ സേഫ് എഫക്റ്റീവ് എന്ന് മാത്രമല്ല വേദനയും കുറവാണ്. മുമ്പുള്ളത് വെച്ച് നോക്കുമ്പോൾ വളരെ പേഷ്യന്റിനും വേദന കുറവാണ്, ബുദ്ധിമുട്ടും കുറവാണ്. മറ്റേ 14 ദിവസം അടുപ്പിച്ച് പുക്കിളിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ളതായിരുന്നു. വെറ്ററിനറി ഡോക്ടർമാർ അതുപോലെ തന്നെ മൃഗങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ആളുകൾ ഇപ്പോൾ കൂടുതൽ മൃഗങ്ങളെ വീട്ടിൽ വളർത്തുന്നവർ പോലും ഈ ഒരു പ്രീ എക്സ്പോഷർ വാക്സിൻ എടുക്കുന്നതായി കാണുന്നുണ്ട്. ഇത് എത്രമാത്രം ഫലപ്രദമാണ്? ഇനി സാധാരണക്കാർക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതും ഫലപ്രദമാണ്. നമ്മൾ പൂർണ്ണമായിട്ട് ഒരു വാക്സിൻ എടുത്ത ആൾക്ക് ലൈഫ് ലോങ് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും വാക്സിൻ്റെ പ്രതിരോധം ഉള്ളതായിട്ടാണ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ പ്രീ എക്സ്പോഷർ എടുത്ത അല്ലെങ്കിൽ മുൻപ് ഒരു കടി കൊണ്ടിട്ട് വാക്സിൻ ഫുൾ ഡോസ് എടുത്ത ആൾക്കാർക്ക് വീണ്ടും ഒരു എക്സ്പോഷർ ഉണ്ടായ ഒരു ബൂസ്റ്റർ ഡോസ് മാത്രം മതി. 2 ഡോസ് 0 അല്ലെങ്കിൽ 3, 0യും 3യും എന്നുള്ള 2 ഡോസ് മാത്രം 3-ാം ദിവസവും മാത്രം വാക്സിൻ എടുത്താൽ മതി. അപ്പോൾ ഈ ബൂസ്റ്റർ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധം ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്ത് ഒരിക്കലും രോഗം വരുന്ന ഒരവസ്ഥയിലേക്ക് പോവില്ല. നമ്മൾ പെറ്റുമായിട്ട് അല്ലെങ്കിൽ ആനിമൽസുമായിട്ട് എപ്പോഴും ഹാൻഡിൽ ചെയ്യുന്ന പ്രത്യേകിച്ച് വെറ്റിനറിയൻസിനൊക്കെ ഈ പ്രീ എക്സ്പോഷർ അഡ്വൈസ് ചെയ്യാറുണ്ട്. പൊതുജനങ്ങളിലേക്ക് അത് എത്തിക്കുന്നത് പോളിസി ഡിസിഷനാണ്. അത് വളരെ സമയമെടുത്ത് മാത്രമേ വരുള്ളൂ. അത് വളരെ ഫലപ്രദമാണെന്ന് തന്നെയാണ്. ഫലപ്രദമാണ്. മൃഗങ്ങളുടെ കടി തലയിലും മുഖത്തും അതുപോലെ തന്നെ തലയ്ക്ക് മുകളിലേക്ക് ഏറ്റുകഴിഞ്ഞാൽ കൂടുതൽ അപകട സാധ്യത ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. അതൊന്നുകൂടി ഒന്ന് വിശദീകരിക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ വൈറസ് പോകുന്നത് നാഡീവ്യവസ്ഥ വഴിയാണ്. അത് തലച്ചോറിലേക്ക് എത്തുക എന്നുള്ളതാണ് വൈറസിന്റെ ലക്ഷ്യം. തലയ്ക്ക് കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗത്ത് അല്ലെങ്കിൽ മുഖത്തൊക്കെ ആകുമ്പോൾ കൂടുതൽ ഞരമ്പുകളുമുണ്ട്, അത് തലച്ചോറുമായിട്ടുള്ള ദൂരവും കുറവാണ്. ആ സമയത്ത് വൈറസ് പെട്ടെന്ന് തലച്ചോറിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇതിനെ തടയുന്നതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ തടയുന്നതിന് നമ്മൾ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് തന്നെ പ്രതിരോധം ഉണ്ടാവും. അതുകൂടാതെ കഴുത്തിന് മുകളിൽ എടുക്കുന്ന എല്ലാ മുറിവും ഇതുപോലെ അപകടകരമാവണം എന്നില്ല. നമ്മൾ അതിനാണ് വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിനും എല്ലാം കൊടുക്കുന്നത്. ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കുന്നത് ആ മുറിവിന് ചുറ്റും അപ്പോൾ തന്നെ വൈറസിനെ നിർവീര്യമാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മുറിവുകളും പേടിക്കേണ്ടതല്ല. പക്ഷെ ചില സമയത്ത് ഞരമ്പിലേക്ക് കൂടുതൽ നേരിട്ട് തന്നെ വൈറസ് കയറുകയാണെങ്കിൽ കൂടുതൽ റിസ്ക് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ മുഖത്തും തലയിലും കടിയേറ്റ് ഒരുപാട് പേര് ഇമ്മ്യൂണോഗ്ലോബുലിനും ഒക്കെ എടുത്ത് സേഫ് ആയിട്ടിരിക്കുന്നുമുണ്ട്. നമ്മൾ കണ്ടുവരുന്നത് നായ്ക്കളിൽ നിന്നാണ് പ്രധാനമായും പേവിഷബാധ പകരുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷേ അത് മാത്രമല്ല, മറ്റു മൃഗങ്ങളുമുണ്ട്. ഏതൊക്കെ മൃഗങ്ങളിൽ നിന്നാണ് സാധാരണ മട്ടിൽ മനുഷ്യരിലേക്ക് ഈ പേവിഷബാധ എത്തുന്നത്? കോമൺ ആയിട്ട് നമ്മൾ നായകളിൽ നിന്ന് തന്നെയാണ്. ഇന്ത്യയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 95% മുകളിലും നായ്ക്കളിൽ നിന്നാണ് പകരുന്നത്. പക്ഷേ പൂച്ച, അതേപോലെ തന്നെ മറ്റു വന്യമൃഗങ്ങൾ, കുരങ്ങൻ, കുറുക്കൻ, അങ്ങനത്തെ വന്യമൃഗങ്ങളൊക്കെ മനുഷ്യരുമായിട്ട് കോണ്ടാക്ട് വരുന്നതും അതേപോലെ റിസ്ക് ആണ്. പിന്നെ എല്ലാ സസ്തനികളും, വാം ബ്ലഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉഷ്ണരക്തമുള്ള എല്ലാ സസ്തനികളും റേബീസ് വൈറസ് പകർത്താൻ സാധ്യതയുള്ളവയാണ്. അങ്ങനെയുള്ള മനുഷ്യരിലേക്ക് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ മൃഗങ്ങളിൽ നിന്നാണ്, ഇതൊരു ജന്തുജന്യ രോഗം തന്നെയാണ്, മൃഗങ്ങളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് എത്തുന്നത്. പിന്നെ എലി, പക്ഷികൾ ഇതൊന്നും പകർത്തില്ല. പക്ഷെ വവ്വാലുകൾ, നമ്മൾ സസ്തനി ആയതുകൊണ്ട് തന്നെ വവ്വാലുകൾ പകർത്താം. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കൂടുതലും വവ്വാലുകൾക്ക് പക്ഷെ ഒരു സാധ്യതയുണ്ട്. വൈറസ് പകരുന്നത് ഏതു തരത്തിലാണ്? അതായത് മൃഗങ്ങളുടെ ആക്രമണത്തിലൂടെ വരുന്നു എന്ന് പറഞ്ഞു. മൃഗങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യരിലേക്ക് ഈ വൈറസ് എത്തുന്നത്? പേവിഷബാധയുള്ള മൃഗങ്ങളുടെ ഉമിനീരിലാണ് ഈ വൈറസ് ഉള്ളത്. ഉമിനീരിൽ നിന്നും മനുഷ്യരിലെ മുറിവുണ്ടാക്കി മനുഷ്യരിലെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ് വൈറസ് ചെയ്യുന്നത്.
അപ്പം കടിക്കുകയോ മാന്തുകയോ ചെയ്താലും നമ്മൾ ഒരേപോലെ ട്രീറ്റ്മെന്റ് എടുക്കണം. ഉം. അതിന്റെ ഒരു കാരണം ഈ മൃഗങ്ങൾ പൂച്ചയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് എപ്പോഴും ഈ കൈയൊക്കെ നക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പൊ അവയുടെ ഉമിനീര് കയ്യിലും നഖത്തിന്റെ ഇടയിലും ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് മാന്തുന്നതിന് നമ്മൾ ഒരേപോലെ ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. അതിന് ഏത് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ കാണാറുള്ളത്? ഇപ്പം മൃഗങ്ങൾ മാന്തി കഴിഞ്ഞാൽ മാന്തിയാലും കടിച്ചാലും നമ്മൾ മുറിവ് എക്സാമിൻ ചെയ്തിട്ട് മുറിവിൽ ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ കാറ്റഗറി 3 ആയിട്ട് തന്നെ കണക്കാക്കണം. ബ്ലഡ് ഇല്ലാത്ത മുറിവാണ്, ചെറിയ തടിപ്പോ പോറലൊക്കെ ആണെങ്കിലാണ് കാറ്റഗറി 2 ആയിട്ട് കണക്കാക്കുന്നത്. ഇപ്പം മൃഗങ്ങൾക്ക്, ഈ വളർത്തുമൃഗങ്ങൾക്കായാലും പിന്നെ മനുഷ്യരുമായി ഇണങ്ങിയിട്ടുള്ള തെരുവുനായ്ക്കൾക്കായാലും മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ അവർ നക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതെ, ആക്രമിക്കാതെ സ്നേഹത്തിൽ കൂടുന്നവയാണ് നക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതെ. അങ്ങനെയും രോഗം പകരാനുള്ള ഒരു സാധ്യതയില്ലേ? അങ്ങനെ നമ്മളുടെ സ്കിന്നിൽ മുറിവുകളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ പകരില്ല. അതേസമയം കണ്ണില് വായ്ക്കുള്ളിലോ ഒക്കെ നക്കിയാൽ പകരാനുള്ള സാധ്യതയുണ്ട്. അത് മുറിവുള്ള സ്കിന്നാണെങ്കിലും നക്കുന്നതിൽ നിന്നും കാറ്റഗറി 3 ആയിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട്. ഇൻടാക്ട് സ്കിന്നിൽ നക്കുകയാണെങ്കിൽ അത് റിസ്ക് കുറവാണ്, കുഴപ്പമില്ല. വിഷബാധ ഉള്ളതായി സ്ഥിരീകരിച്ച ഒരു രോഗിയെ, ആ രോഗിയുടെ ഒരു ചികിത്സ എങ്ങനെയായിരിക്കും? സാധാരണഗതിയിൽ നമ്മൾ 100% മരണത്തിന് കീഴടങ്ങുമെന്നാണ്. ലോകത്താകമാനം 2-3 പേര് മാത്രമാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഒരു കോമ സ്റ്റേജിലൊക്കെ കഴിയേണ്ടി വന്നിട്ടുള്ളത്. സാധാരണ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയാൽ 2-3 ദിവസത്തിനകം അല്ലെങ്കിൽ ഏറിയാൽ 5-6 ദിവസത്തിനകം രോഗി മരണത്തിന് കീഴടങ്ങുകയാണ് സാധാരണ സംഭവിക്കുന്നത്. രോഗികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് കുറയ്ക്കുന്ന രീതിയിൽ അധികം കാറ്റില്ലാത്ത സ്ഥലം, അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോഴൊക്കെയാണ് ഇവർക്ക് ബുദ്ധിമുട്ട് കൂടുന്നത്. പിന്നെ ലൈറ്റ്, ഒത്തിരി സൗണ്ട് ഒക്കെ ബുദ്ധിമുട്ടാകും. അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. വെള്ളത്തെ ഭയക്കുന്ന ഒരു രീതിയൊക്കെ രോഗികൾ കണ്ടുവരാറുണ്ട്. റേബീസിന് ഹൈഡ്രോഫോബിയ എന്നൊരു പേര് തന്നെയുണ്ട്. അത് റേബീസ് ഉള്ള രോഗികൾ വെള്ളം കാണുമ്പോൾ അവർക്ക് വെള്ളം കുടിക്കുന്ന മസിലുകൾ, നമ്മുടെ വായ്ക്ക് ചുറ്റുമുള്ള മസിലുകൾ ഒരു സ്പാസം പോലെ അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുന്ന പോലെ വരുന്നതാണ്. അത് ഭയം കൊണ്ടല്ല, പക്ഷെ ആ മസിൽ സ്പാസം വരുന്ന രോഗിക്ക് അതിയായ ദാഹവും ഉണ്ടാവും. വെള്ളം കാണുമ്പോൾ അത് കുടിക്കണം എന്ന് ആഗ്രഹവും വരും, പക്ഷേ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മസിൽ കൺട്രാക്ഷൻ കൊണ്ട് വരുന്ന ഒരു ലക്ഷണമാണ്. അതേപോലെ തന്നെ എയറോഫോബിയ അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ഫാനിൻ്റെ അടിയിൽ ഇരിക്കാൻ പറ്റില്ല. ആദ്യ ലക്ഷണങ്ങളിൽ അങ്ങനെയൊക്കെ വരാം. ചിലപ്പോൾ അതിനുശേഷം രോഗി കോമയിലേക്ക് പോവാം, പാരലിറ്റിക് ആയിട്ട് അല്ലെങ്കിൽ തളർന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്യൂരിയസ് ആയിട്ട് ഒരുപാട് അഗ്രസീവ് ആവുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളും വരാം. റാബീസ് വൈറസ് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. ഇതൊരു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മിക്കവാറും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷവും, 1 വർഷത്തിന് ശേഷമൊക്കെ രോഗലക്ഷണം പ്രകടിപ്പിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെന്തായിരിക്കും കാരണം? ഇപ്പോൾ സാധാരണ വൈറസുകൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പം നിപ്പയാണെങ്കിൽ അല്ലെങ്കിൽ കോവിഡ് വൈറസ് ആണെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ശരീരത്തിൽ അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും അസുഖത്തിലേക്ക് പോവുകയും ചെയ്യാറുണ്ട്. റാബീസിന് എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകത? അത് നമ്മൾ നേരത്തെ പറഞ്ഞ വൈറസിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. ഈ നെർവ് വഴി ബ്രെയിനിലെത്തിയാൽ മാത്രമേ രോഗലക്ഷണങ്ങൾ വരികയുള്ളൂ. അപ്പം ചില സമയത്ത് കാലിലൊക്കെയുള്ള ബൈറ്റ് ആണെങ്കിൽ ഈ കാലിൽ നിന്നുള്ള ഞരമ്പ് വഴി ബ്രെയിൻ വരെ എത്താൻ വളരെ സമയമെടുക്കും. അതേസമയം ബ്രെയിനിനോട് അടുത്ത മുഖത്ത് അല്ലെങ്കിൽ കഴുത്തിലൊക്കെ ഉണ്ടാവുന്ന മുറിവുകളിൽ നിന്നും പെട്ടെന്ന് തന്നെ ബ്രെയിനിലേക്ക് എത്താം. അതാണ് ആ ഇൻക്യുബേഷൻ പീരീഡ് വേരി ചെയ്യുന്നതിൻ്റെ കാരണം. ശരാശരി ഒരു 1 മുതൽ 3 മാസം വരെ ആണെങ്കിൽ പോലും ചില കേസുകളിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ രോഗലക്ഷണങ്ങൾ വരാം. അപ്പോൾ ചില സമയത്ത് വൈറസ് ഇനാക്റ്റീവായിട്ട് നമ്മളുടെ മസിൽ അല്ലെങ്കിൽ കടി കൊണ്ട സ്ഥലത്ത് നിൽക്കുകയും പിന്നീട് നെർവ് വഴി കയറി ബ്രെയിനിൽ എത്തുകയും ചെയ്യുന്ന സമയത്താണ് ഈ 2 വർഷം വരെയൊക്കെ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് വളരെ റെയറായിട്ടാണ്, കൂടുതലും 1-3 മാസത്തിനുള്ളിൽ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ നേരത്തെ മുൻപൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പം പട്ടി കടിച്ചു കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ നാരങ്ങ കഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഇതിനെ ഇൻഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, അതൊരു സയന്റിഫിക് ബേസിസും അതിനില്ല. നാരങ്ങ ഒക്കെ കഴിക്കാം, പ്രത്യേകിച്ച് പഥ്യങ്ങളൊന്നും ഇല്ല. ഇപ്പം ഉള്ള വാക്സിനും എല്ലാം എഫക്റ്റീവാണ്. വാക്സിൻ എടുക്കുന്ന സമയത്തും ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് പഥ്യമൊന്നും പറയുന്നില്ല. ഒരു മൃഗത്തിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ, ഒരു പട്ടിയുടെ കടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു പേവിഷബാധ ഉണ്ടാകാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് റൗണ്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഏതൊരു മൃഗത്തിൽ നിന്നും, അത് പട്ടിയാവാം, പൂച്ചയാവാം, തെരുവ് നായാവാം, അല്ലെ പെറ്റ് ആനിമൽ ആവാം, ഏതൊരു മൃഗത്തിൽ നിന്നും ഒരു എക്സ്പോഷർ അല്ലെ ഒരു ബൈറ്റോ മാന്തോ എന്തെങ്കിലും ഉണ്ടായാൽ ഉടൻ തന്നെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു 10-15 മിനിറ്റ് ടാപ്പ് തുറന്നിട്ട് സോപ്പ് ഉപയോഗിച്ച് തന്നെ കഴുകുക. അതിനുശേഷം ആൻറ്റിസെപ്റ്റിക് ലോഷൻ, ബിറ്റാഡിനോ അല്ലെങ്കിൽ പോലെയുള്ള ക്രീമുകൾ ഉണ്ടെങ്കിൽ അതിടാം. പക്ഷേ മഞ്ഞൾ, കാപ്പിപ്പൊടി അങ്ങനെയൊക്കെ ഇട്ട് ചില പേഷ്യൻസ് എത്താറുണ്ട്. അങ്ങനത്തെ ഒന്നും തന്നെ ഉപയോഗിക്കരുത്, അത് കൂടുതൽ ഇറിറ്റൻ്റ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ വൈറസ് കൂടുതൽ
പെട്ടെന്ന് ഞരമ്പിലേക്ക് കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊന്നും ഉപയോഗിക്കരുത്. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിയിട്ട് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണുക. ഡോക്ടർ കാറ്റഗറി അനുസരിച്ച് ഏതാണോ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്നുള്ളത്, വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിനും ആവശ്യമുണ്ടെങ്കിൽ അതും നിശ്ചയിച്ചിട്ട് അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ വാക്സിൻ ഒരു ദിവസം കൊണ്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ല, നമുക്ക് 4 ദിവസങ്ങളായി, 28ാം ദിവസം കൊണ്ടാണ് പൂർത്തിയാവുന്നത്. അത് പൂർണ്ണമായും ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ കൃത്യമായി വാക്സിൻ എടുക്കുക. പിന്നെ മൃഗങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിൽ നമ്മൾ കഴിവതും കടി കൊള്ളാതെയും മാന്ത് കൊള്ളാതെയും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ട കാര്യം. പെറ്റ്സിനെ കൈകാര്യം ചെയ്യുന്നതിൽ കൂടി ശ്രദ്ധിക്കുക. ഈ വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്, അത് മാത്രമാണ് ഇതിന് ചികിത്സയുള്ളത്. അതെ, നമ്മളതൊരു പ്രതിരോധമായിട്ട്, രോഗം വരുന്നതിന് മുമ്പ് തന്നെ വാക്സിൻ എടുത്ത എല്ലാ ആനിമൽ ബൈറ്റും, അല്ലെങ്കിൽ ഇതെല്ലാം റേബീസ് വരാൻ സാധ്യതയുള്ള ബൈറ്റാണെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണ് വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിനും കൊടുത്ത് ചെയ്യുന്നത്.